ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഞായറാഴ്ചയല്ലായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാൽ എന്താണെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ഇടാറില്ല. ഞാൻ ചിക്കന് അതായത് ചിക്കൻ നല്ല ഭംഗിയായിട്ട് കഴുകി മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനാഗിരി എല്ലാം ഒഴിച്ച് നല്ല രീതിയിൽ ചിക്കന് പുരട്ടി വെക്കണം. ഒരു 10 സെക്കൻഡ് പുരട്ടി വെക്കണം. വയ്ക്കുമ്പോഴത്തേക്ക് ചിക്കൻ്റെ അതിൻ്റെ അകത്തുള്ള നീരെല്ലാം വരിഞ്ഞ് അതിനൊരു ചുവയൊക്കെ ഉണ്ട്, അതെല്ലാം പോയി നല്ല സൂപ്പറായിട്ട് ചിക്കൻ വൃത്തിയായി കിട്ടും. ബ്ലഡൊക്കെ ഒന്ന് പോയി കിട്ടും, നല്ല അടിപൊളിയായിട്ട് കിട്ടും. എന്നിട്ട് അതിൽ പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, തക്കാളി, മല്ലിയില, ഒരു ശകലം തേങ്ങ, ഇത്രയും കുരുമുളക്, ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയിട്ട് നല്ല മഷി പോലെ തൈര് ഒഴിച്ച് ഇത്രയും ഒഴിച്ച് ഉപ്പ് ഇട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അരച്ച ശേഷം അതിന് സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് കനം കുറച്ചരിഞ്ഞ്, തക്കാളിയും കനം കുറച്ചരിഞ്ഞ് നല്ല രീതിയിൽ വഴട്ടിയെടുക്കുക. എണ്ണയിൽ വഴട്ടിയെടുക്കുക. എണ്ണയിലിട്ട് വഴട്ടി നല്ല ചുമന്ന് വരുമ്പോഴത്തേക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് അതിലേക്ക് ചേർത്ത് എന്നിട്ട് ആ അരപ്പും നല്ല വരണ്ട് നല്ല ഒരു ഗോൾഡൻ കളറിലാക്കി വരുന്നവർ വരട്ടിയെടുക്കുക. എന്നിട്ട് ഈ കഴുകി വെച്ച ചിക്കൻ അതിലിടുക. ഇട്ട് പുരട്ടി അങ്ങ് വയ്ക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇത് വേവുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ വേവുന്ന സമയത്ത് അരി വെള്ളത്തിലേക്ക് ഇടുക. ബിരിയാണിക്കുള്ള അരി വെള്ളത്തിലിടുക. അതൊരു 10 മിനിറ്റ് കുതിരാൻ വയ്ക്കുക. എന്നിട്ട് അത് ഊറ്റുക. എന്നിട്ട് അതിനെ നെയ്യിലിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് അതിൽ കൂടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് അരി നല്ലവണ്ണം ഒരു പുരിപുര വരണ്ട് വരുന്ന സമയത്ത് തിളച്ച വെള്ളം അതിൽ അളവിന് കണക്കാക്കി വെള്ളം ഒഴിക്കുക. 1 കിലോ അരിക്ക് ഒഴിക്കുക. ഒഴിച്ച് കഴിഞ്ഞ് ആ അരി നല്ല വെന്ത് വറ്റി തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിടുക. വെള്ളം ഇപ്പോൾ 1 കിലോ അരിയാണെങ്കിൽ 6 ഗ്ലാസ് വെള്ളം, 6 കപ്പ് ചായക്കപ്പിന് 1/2 കപ്പ് വെള്ളം വെച്ച് 6 കപ്പ് വെള്ളം വേണം അരി വേവാനായിട്ട്. ഇത്രയും പറ്റിച്ചെടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക. സൂപ്പർ ബിരിയാണിയാണ്. ചോറ് എന്നിട്ട് കുറച്ച് മാറ്റി ഇറച്ചി അതിലോട്ട് ഇട്ട് അതിൻ്റെ മീതെ അണ്ടിപ്പരിപ്പും സവാള വറുത്തത്, മല്ലിയില എല്ലാം കൂടി ഓരോരോ അരിഞ്ഞിടുക. സൂപ്പർ ബിരിയാണി